കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം തുറന്നു പ്രവർത്തിക്കുന്നില്ല. തീപിടുത്തത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായിട്ട് അത്യാഹിത വിഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ 2 തവണയാണ് തീപിടിച്ചത്. സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് തുറക്കുമെന്ന ചോദ്യത്തിന് അധികൃതർക്കും ഉത്തരമില്ല. മെയ് 2-ന് MRI UPS മുറിയിലും 5-ന് 6-ാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിലുമാണ് തീപിടിച്ചത്. MRI UPS യൂണിറ്റുകൾ ഇലക്ട്രിക് വിഭാഗങ്ങളുടെ ട്രയൽ റൺ പൂർത്തിയായിട്ടുണ്ട്. ശസ്ത്രക്രിയ തിയേറ്ററുകളുടെ പണി വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും രോഗികൾക്ക് വേണ്ടി ഇതെന്ന് തുറക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അഗ്നിരക്ഷാസേനയുടെ നിരാക്ഷേപ പത്രം ലഭിക്കാനുള്ള കാലതാമസമാണ് നേരിടുന്നത്. എത്രയും വേഗം സർജിക്കൽ ബ്ലോക്ക് തുറക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പെങ്കിലും ജനങ്ങൾ ആശങ്കയിലാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 മാസം കൊണ്ട് എല്ലാ വർക്കും കഴിഞ്ഞ് തുറക്കുമെന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് 3 മാസത്തിന്റെ കാലാവധി കഴിഞ്ഞു 3 മാസം കഴിഞ്ഞു നമ്മളിപ്പോൾ ഇത് പൂട്ടിയിട്ടിട്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 ആഴ്ച മുൻപ് കലക്ടർ വന്നു, പരിശോധിച്ചു. എന്നിട്ടും ആ തകരാറ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആശുപത്രി അധികാരികൾക്കോ കലക്ടർക്കോ സാധിച്ചിട്ടില്ല. ജില്ലാ ഭരണകൂടം ഇതിന് വ്യക്തമായ ഒരു മറുപടി നൽകാത്തിടത്തോളം പക്ഷം ഇത് എന്താണ് ഇതിന്റെ തകരാർ, ഈ ബിൽഡിങ്ങിന് മൊത്തമായിട്ട് സാങ്കേതിക തകരാറുണ്ടോ എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്ക. നിരവധി ജില്ലകളിലെ സാധാരണക്കാര രോഗികൾക്ക് ഏക ആശ്രയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതിൽ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർജിക്കൽ ബ്ലോക്ക് പ്രധാനപ്പെട്ടതുമാണ്. ഞങ്ങൾ അവിടെയൊക്കെ എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ട് വരുന്ന ഈ ഹോസ്പിറ്റലിലേക്ക്. പിന്നിപ്പോൾ ഇത് തുറക്കാതായപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം വേറൊരു മാർഗ്ഗമില്ല. എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് കിട്ടിയാൽ ഇത്രയും നല്ലത്. ഞാനൊക്കെ ഹാർട്ട് രോഗിയാണ്, ശ്വാസത്തിനും ഒക്കെ തകരാറുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചു പോവുക. 2-3 ദിവസങ്ങളിൽ ഇത് പുനഃസ്ഥാപിച്ചിരുന്നു, വയറിംഗ് ഒക്കെ റെഡിയാക്കി. അത് ഇങ്ങനെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 2-3 തവണ വീണ്ടും അത് കത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പാളിൽ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ് കുറേ ജോലിക്കാരൊക്കെ അധികം വെച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തുറക്കുന്നൊക്കെ. പക്ഷേ ഒരു രക്ഷയില്ല. ഇത് സ്വകാര്യ ഹോസ്പിറ്റൽ ലോബികളാണ് ഇതിൻ്റെ പിന്നിൽ. ഞങ്ങൾ ശക്തമായിട്ട് ആരോപിക്കുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ തകരാറുകൾ ശരിയാക്കുന്ന പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. KSEBയുടെ സുരക്ഷാ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടെ ഈ മാസം തന്നെ ആശുപത്രി ബ്ലോക്ക് തുറന്നുകൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.